കിങ്സ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമറിസം എന്ന് പറയുന്ന 6ാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണേ. നമ്മൾ ക്രിസ്മസ് എക്സാം എഴുതുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം വായിച്ച് ചെയ്ത് നോക്കിയിട്ട് വേണം പോവാൻ കേട്ടോ. നമുക്ക് സമയമൊന്നും കളയാണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്ൻ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനമുള്ള സംയുക്തം തിരിച്ചറിയാം. നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് 3ആയിട്ട് തിരിക്കാം. സിംഗിൾ ബോണ്ട് ഉള്ളവരെ നമ്മൾ ആൽക്കെയിൻ എന്ന് വിളിക്കും, ഡബിൾ ബോണ്ട് ഉള്ളവരെ ആൽക്കീൻ എന്ന് വിളിക്കും, ട്രിപ്പിൾ ബോണ്ട് ഉള്ളവരെ ആൽക്കൈൻ എന്ന് വിളിക്കും. അതായത് ഇനി ആൽക്കീന്റെ ജനറൽ ഫോർമുലയാണ് CnH2n+2. ആൽക്കീന്റെ ജനറൽ ഫോർമുലയാണ് CnH2n. ആൽക്കൈന്റെ ജനറൽ ഫോർമുലയാണ് CnH2n-2. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട് മോളിക്കുലാർ ഫോർമുല തന്നിട്ടുണ്ട്. അതിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് കാർബണിന്റെ ഒരു കോമ്പൗണ്ടിലുള്ള കാർബണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് കാർബണിന്റെ ഇരട്ടി ഹൈഡ്രജൻ ആണെങ്കിൽ അത് ആൽക്കീൻ ആയിരിക്കും. കാർബണിന്റെ ഇരട്ടി ഹൈഡ്രജൻ ആണെങ്കിൽ ആൽക്കീൻ ആയിരിക്കും. ഇരട്ടിനേക്കാളും 2 ഹൈഡ്രജൻ കൂടുതലാണെങ്കിൽ ആൽക്കീൻ ആയിരിക്കും. ഇരട്ടിനേക്കാളും 2 ഹൈഡ്രജൻ കുറവാണെങ്കിൽ ആൽക്കൈൻ ആയിരിക്കും. ഓക്കെ, ഹൈഡ്രജന്റെ എണ്ണം കാർബണിന്റെ ഡബിൾ ആണെങ്കിൽ ആൽക്കീൻ, അതിനേക്കാൾ 2 എണ്ണം കുറവാണെങ്കിൽ ആൽക്കൈൻ, അതിനേക്കാൾ 2 എണ്ണം കൂടുതലാണെങ്കിൽ ആൽക്കീൻ. അങ്ങനെയാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് കണ്ടുപിടിക്കാനാണ്. അതായത് അവിടെ കാർബണിന്റെ അല്ലെങ്കിൽ ഹൈഡ്രജന്റെ എണ്ണം കാർബണിന്റെ ഇരട്ടിനേക്കാളും 2 എണ്ണം കുറവായിരിക്കും. ആദ്യത്തെ നോക്കിയേ, C5H12. ഇവിടെ കാർബണിന്റെ ഇരട്ടിനേക്കാളും 2 ഹൈഡ്രജൻ കൂടുതലാണ്. സോ ഇതല്ല. C2H2, 2 കാർബൺ, ഇരട്ടി എന്ന് പറയുമ്പോൾ 4 ഹൈഡ്രജൻ, അതിനേക്കാളും 2 എണ്ണം കുറവാണ്. സോ C2H2 ഒരു ആൽക്കൈൻ ആണെന്ന് പറയാം. ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആണെന്ന് പറയാം. അടുത്ത് നോക്കിയേ, C3H6, 3 കാർബൺ, ഇരട്ടി ഹൈഡ്രജൻ ആണുള്ളത്. സോ ഇതൊരു ആൽക്കീൻ ആണ്. അടുത്ത് നോക്കിയേ, CH4, 1 കാർബൺ, ഇരട്ടി എന്ന് പറയുമ്പോൾ 2, ഇവിടെ 4 ഹൈഡ്രജൻ ആണുള്ളത്. സോ ഇരട്ടിനേക്കാളും 2 ഹൈഡ്രജൻ കൂടുതലാണ്. സോ ഇതൊരു ആൽക്കീൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്. അതായതാണ് C2H2 ആണ്. എപ്പോഴും ഓർത്തു വെക്കുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് എന്തായാലും മസ്റ്റ് ആയിട്ടും ചോദിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഐഡന്റിഫൈ ദ ഐസോമറിക് പെയർ. ഐസോമറിക് പെയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം എല്ലാവരുടെയും മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുക. കാരണം ഐസോമർ ആകാനുള്ള ആദ്യത്തെ കണ്ടീഷൻ മോളിക്കുലാർ ഫോർമുല സെയിം ആകാൻ എന്നാണ്. എല്ലാവരെയും മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിച്ച് ആദ്യം നോക്കാം. C1 2 3 4 C4H10 എന്നാണ്. രണ്ടാമത് നോക്കിയേ, C1 2 3 4 C4H10O. അടുത്തത് C4H10, C3H8. ഓക്കെ, എല്ലാവരും മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിച്ചു. ഇനി ഐഡന്റിഫൈ ദ ഐസോമറിക് പെയർ. നമുക്കറിയാം മോളിക്കുലാർ ഫോർമുല സെയിം ആയ ആൾക്കാരെ നമ്മൾ ഐസോമർ എന്ന് വിളിക്കുന്നത്. ഇവിടെ കോമ്പൗണ്ട് 2ന്റെയും 3ന്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. സോ അവരാണ് നമ്മുടെ ഐസോമേഴ്സ്. 2,3 എഴുതി വെക്കാണ്ട് ആ സ്ട്രക്ചർ അങ്ങനെ തന്നെ വരച്ചു വെക്കണം കേട്ടോ. നെയിം ദ ഐസോമറിസ്. ഇവർ ഏത് ടൈപ്പ് ഐസോമറിസ് ആണ് കാണിക്കുന്നത്? 3 ടൈപ്പ് ഐസോമറിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ചെയിൻ ഐസോമറിസം. ഇവർ ഏത് ടൈപ്പ് ഐസോമറിസ് ആണ് കാണിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ട്ടാ. പൊസിഷൻ ഐസോമറിസം, മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയാ. ചെയിന്, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം. ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം. ചെയിൻ ഐസോമറിസം ആണെങ്കിൽ അവിടെ കാർബണും ഹൈഡ്രജനും മാത്രമാണ് ഉണ്ടാവുക. ഇവിടെ അങ്ങനെയാണോ? അല്ല. സോ ഇത് ചെയിൻ ഐസോമറിസം അല്ല. പൊസിഷൻ ആണെങ്കിൽ ഈ പറയുന്ന ഐസോമറിസം കാണിക്കുന്ന 2 കോമ്പൗണ്ടിലും അല്ലെങ്കിൽ 2 സംയുക്തങ്ങളിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ രണ്ടെണ്ണത്തിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിരിക്കും. ഐസോമറിസം കാണിക്കുന്ന കോമ്പൗണ്ടുകളിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഒരാളുടെ കൂടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്, അടുത്ത ആളുടെ കൂടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പും OH ആണെങ്കിൽ പൊസിഷൻ ഐസോമേഴ്സ്. ഓക്കെ, 2 ആളുടെ കൂടെയും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിലാണ് വ്യത്യാസമെങ്കിൽ പൊസിഷൻ ഐസോമർ. ഇവിടെ അങ്ങനെയാണോ? അല്ല. ഒരാളുടെ കൂടെ ഉള്ളത് OH ആണ്, അടുത്ത ആളുടെ കൂടെ O ആണ്.
അപ്പൊ ഇത് ഫങ്ഷണൽ ഐസോമറിസം ആണ് കാണിക്കുന്നത് കേട്ടാ. ഇവിടെ കാണിക്കുന്ന ഐസോമറിസം ആണ് എന്ത്? ഫങ്ഷണൽ ഐസോമറിസം. ഓക്കെ, അടുത്തത് ഹൗ മെനി ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ കോമ്പൗണ്ട് 1? ഒന്നാമത്തെ കോമ്പൗണ്ടിന് എത്ര ഐസോമേഴ്സ് പോസിബിൾ ആണ്? അതിന് ആകെ ഒരു ചെയിൻ ഐസോമർ മാത്രമേ പോസിബിൾ ആയിട്ട് ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ചെയിൻ ഐസോമർ വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടാ. ആദ്യത്തെ സ്ട്രക്ചർ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. എന്തായിരുന്നു? CH3 CH2 CH2 പൊസിഷൻ ഐസോമർ എന്ന് പറയുമ്പോ ഇവിടുത്തെ ലാസ്റ്റത്തെ CH3 ഗ്രൂപ്പിനെ നമുക്ക് രണ്ടാമത്തെ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ലാസ്റ്റത്തെ CH3നെ രണ്ടാമത്തെ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നിന്ന് ഹൈഡ്രജൻ ഈ CH3 എവിടെ നിന്നാണ് വന്നത് അതിന് തൊട്ട് മുമ്പുള്ള കാർബണിലേക്ക്. അപ്പൊ എന്താ വരാ? CH3 CH2 ഒരു ഹൈഡ്രജൻ പോയി. അപ്പൊ എന്തായി? CH3. ഇതാണ് ഇതിന്റെ പൊസിഷൻ ഐസോമർ. എളുപ്പമാണ് കേട്ടാ. ലാസ്റ്റത്തെ CH3 ഗ്രൂപ്പിന് രണ്ടാമത്തെ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അവിടെയുള്ള ഹൈഡ്രജൻ ഈ CH3 എവിടെ നിന്നാണോ വന്നത് അതിന് തൊട്ട് മുമ്പുള്ള കാർബണിലേക്ക് പോകും. അപ്പൊ നമുക്ക് പുതിയൊരു സ്ട്രക്ചർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയിൻ ഐസോമർസ് വരയ്ക്കാറ് കേട്ടോ. ഇനി ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ? ഇവിടെ ഏറ്റവും നീളം കൂടിയ കാർബണില് എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട് മക്കളെ? ലോങ്സ്റ്റ് ചെയിൻ, നീളം കൂടിയ ചെയിൻ എന്നുള്ള ഒരു വേർഡ് കണ്ടാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇത് നമ്മൾ എന്ത് ചെയ്യണം? പല രീതിയിൽ എണ്ണി നോക്കിയിട്ട് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ചെയിൻ ആണ് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ പെടാത്ത ആളെ നമ്മൾ ബ്രാഞ്ച് ആയിട്ട് സെലക്ട് ചെയ്യണം. അല്ലാണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരില്ല. പല രീതിയിൽ എണ്ണി നോക്കാം കേട്ടാ. ഇങ്ങനെ എണ്ണി നോക്കിയേ. അപ്പൊ എന്തോ ഒരു 1 2 3 4 5 കാർബൺ ആറ്റാണ് ഉള്ളത്. അപ്പൊ ഇത് നമ്മുടെ ബ്രാഞ്ച് ആയിട്ട് വരും. ഇനി ഇങ്ങനെ എണ്ണി നോക്കിയേ. 1 2 3 4 5 അപ്പോഴും 5 കാർബൺ. ഇനി ഇങ്ങനെ എണ്ണി നോക്കാം. അപ്പൊ 3 കാർബൺ ഉള്ളു. അപ്പൊ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് എണ്ണുമ്പോഴും വരുന്നുണ്ട്. നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്തു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ? പല രീതിയിൽ എണ്ണി നോക്കുക. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ചെയിൻ ആണ് നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നേരെ എണ്ണുമ്പോഴും 5 കാർബൺ വരുന്നുണ്ട്, ഇങ്ങനെ എണ്ണുമ്പോഴും 5 കാർബൺ വരുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു? നേരെയുള്ള ചെയിൻ മെയിൻ ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്തു. അതിന് പെടാത്താണ് നമ്മൾ ബ്രാഞ്ച് ആയിട്ട് സെലക്ട് ചെയ്തു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ലോ. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ മെയിൻ ചെയിൻ? ഏറ്റവും ലോങ്സ്റ്റ് ചെയിനില് അല്ലെങ്കിൽ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ആണുള്ളത്? എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ആണുള്ളത്. ഇനി വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്? എത്രാമത്തെ കാർബൺ അല്ലെങ്കിൽ ബ്രാഞ്ച് ഉള്ള കാർബണിന്റെ പൊസിഷൻ നമ്പർ എത്രയാണ്? സോ എന്ത് ചെയ്യണം? മെയിൻ ചെയിന് നമ്പർ ഇടണം. അപ്പൊ 1 2 3 4 5 ഇങ്ങനെ നമ്പർ ഇടുമ്പോ 4ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അടിയിൽ നമ്പർ. അപ്പൊ 1 2 3 4 5 ഇങ്ങനെ നമ്പർ ഇടുമ്പോ 2ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പൊ 2 മുകളിൽ നിന്ന് ഇടണം, അടിയിൽ നിന്ന് ഇടണം. ഏറ്റവും അതായത് ബ്രാഞ്ച് ഉള്ള അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കാർബണ് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ഏറ്റവും ചെറിയ വാല്യൂ കിട്ടുന്ന നമ്പറിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ മുകളിൽ നിന്നുമ്പോ 4 വരും, അടി നിന്നുമ്പോ 2 വരും. സോ നമ്മൾ ഏത് ചെറുത് സെലക്ട് ചെയ്യും? ഏതാണത്? 2. ഇനി ബ്രാഞ്ചിന്റെ പേര് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നോക്കിയേ, ഒറ്റ ബ്രാഞ്ചിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. എന്നിട്ടാണ് നമ്മൾ പേര് കണ്ടുപിടിക്കുന്നത്. ഒരു കാർബൺ ഉള്ള ബ്രാഞ്ച് ആണെങ്കിൽ അതിനെ മീഥൈൽ എന്നാണ് വിളിക്കുക. ഒരു ബ്രാഞ്ചിൽ 2 കാർബൺ ഉണ്ടെങ്കിൽ ഈഥൈൽ എന്നാണ് വിളിക്കുക. ഇവിടെ ഒരു ബ്രാഞ്ചിൽ ഒരു കാർബൺ ഉള്ളൂ. സോ ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ എന്നാണ്. ഈ പേരിടുന്നത് ഓരോ ടൈപ്പ് കോമ്പൗണ്ടിനും നെയിം ചെയ്യുന്ന ഓർഡർ ഡിഫറെന്റ് ആണ്. ഓക്കെ, ബ്രാഞ്ച് ഉള്ള കോമ്പൗണ്ട് എങ്ങനെ നെയിം ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബ്രാഞ്ചിന്റെ പൊസിഷൻ എഴുതും. പൊസിഷൻ എത്രയാ? 2. എന്നിട്ട് ഒരു ഹൈഫൺ ഇടും. എപ്പോഴും നമ്മള് ഈ വേർഡിനെയും ലെറ്ററിനെയും അതേപോലെ നമ്പറിനെയും സെപ്പറേറ്റ് ചെയ്ത് എന്തിടണം? ഹൈഫൺ ഇടണം. സോ 2 ഇട്ടു, ഹൈഫൺ ഇട്ടു. അടുത്ത നമ്മൾ ബ്രാഞ്ചിന്റെ പേര് എഴുതാം. ബ്രാഞ്ചിന്റെ പേരെന്താ? മീഥൈൽ എന്നാണ്. 2 മീഥൈൽ. ഇനി ഗ്യാപ്പ് ഒന്നും ഇടണ്ട, വേർഡ് റൂട്ട് എഴുതാം. 5 കാർബൺ വരുമ്പോ വേർഡ് റൂട്ട് എന്താ വരാ? പെന്റ്. സഫിക്സ്. അപ്പൊ 2 മീഥൈൽ പെന്റെയിൻ എന്നാണ് ഈ സംയുക്തത്തിന്റെ പേര്. The structure of an aromatic hydrocarbon is given. ഒരു aromatic hydrocarbon സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി
വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? നമുക്ക് ഒരേ ഒരു അരോമാറ്റിക് ഹൈഡ്രോകാർബണെ കുറിച്ച് പഠിക്കാനുള്ളൂ. അതാണ് നമ്മുടെ ബെൻസീൻ. പേര് ബെൻസീൻ എന്നാണ് കേട്ടോ. നമുക്ക് ഒരേ ഒരു അരോമാറ്റിക് കോമ്പൗണ്ടേ പഠിക്കാനുള്ളത് ബെൻസീൻ ആണ്. അടുത്തത് ഈ സംയുക്തത്തിന്റെ പേരെഴുതുക. ബെൻസീൻ തന്നെയാണ് മലയാളത്തിലും പറയാം കേട്ടോ. റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതുക. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. 1 2 3 4 5 6. C6H6 എന്നാണ് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല. തന്മാത്രാ സൂത്രം കേട്ടാ. ഇതും പഠിച്ചു വെക്കണം, ചോദിക്കാറുണ്ട്. ചിലപ്പോൾ സ്ട്രക്ചർ തരില്ല, തന്മാത്രാ സൂത്രം എഴുതാനൊക്കെ ആയിരിക്കും പറയാ, അല്ലെങ്കിൽ പേര് എന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറയാം. പഠിച്ചു വെക്കുക. ബെൻസീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അടുത്തത്, സാധാരണയായിട്ട് നമുക്കൊരു സ്ട്രക്ചർ എന്നിട്ട് പേര് എഴുതാനാണ് പറയാം. ഇവിടെ നോക്കിയേ, കുറച്ച് ഹിന്റുകൾ വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് സ്ട്രക്ചർ വരയ്ക്കണം. വളരെ എളുപ്പമാണ് കേട്ടാ. നല്ലോണം വായിച്ചു നോക്കാം. Certain factors regarding an organic compound are given. ഒരു ഓർഗാനിക് സംയുക്തവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ നൽകിയിരിക്കുന്നു. ആദ്യം, ഇറ്റ് കണ്ടെയ്ൻ 4 കാർബൺ ആറ്റം. 4 കാർബൺ ആറ്റം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? 4 കാർബൺ ആറ്റം അങ്ങോട്ട് വരച്ചു വെക്കാം. 1 2 3 4 വരച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്പർ ഇട്ട് വെച്ചോളണം. നമ്മളായിട്ട് സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഒരു ഡയറക്ഷനിൽ നമ്പർ ഇടേണ്ട ആവശ്യം തൽക്കാലം ഉള്ളൂ. അടുത്തത്, there are only single bond between this carbon atom. ഈ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് മാത്രമേ. അതും വരച്ചു വെക്കാം. എല്ലാവരുടെ ഇടയിലും സിംഗിൾ ബോണ്ട്. അടുത്തത് നോക്കാം. ഇറ്റ് ഈസ് an alicyclic compound. അതൊരു alicyclic compound. സോ 4 കാർബൺ ആറ്റം ഉള്ള alicyclic compound ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയാണോ വരയ്ക്കുക? അല്ല, ഇത് അങ്ങനെ തന്നെ മാച്ച് കളയാം. 4 കാർബൺ ആറ്റം ഉള്ള alicyclic compound. alicyclic compound എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മാത്സിലെ സ്ട്രക്ചറുകൾ ഓർക്കുക. അതായത് ഈ alicyclic compound മാത്തമാറ്റിക്സിലെ സ്ട്രക്ചറുകളുടെ ഷേപ്പാണ്. 3 കാർബൺ ഉണ്ടെങ്കിൽ 3 വശമുള്ള ഷേപ്പ് ഏതാണ്? ട്രയാങ്കിൾ. 4 കാർബൺ ഉണ്ടെങ്കിൽ 4 വശമുള്ള ഷേപ്പ് സ്ക്വയർ. 5 ഉണ്ടെങ്കിൽ പെന്റഗണിന്റെ ഷേപ്പ് ആയിരിക്കും. 6 ഉണ്ടെങ്കിൽ ഹെക്സഗണിന്റെ ഷേപ്പ് ആയിരിക്കും. അങ്ങനെ 4 കാർബൺ ഉള്ള alicyclic compound സ്ട്രക്ചർ ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 4 വശമുള്ള സൈഡ് ഷേപ്പ്, 4 വശമുള്ള മാക്സിലെ സ്ട്രക്ചർ എന്താണ്? സ്ക്വയർ. അപ്പൊ ആ സ്ക്വയറിന്റെ 4 കോർണേഴ്സിലായിട്ട് 4 കാർബൺ വരയ്ക്കാം. ഇനി ഇടയിൽ എന്ത് വരയ്ക്കണം? സിംഗിൾ ബോണ്ട് വരയ്ക്കണം. ഇനി വാലൻസ് അനുസരിച്ച് ആരുടെ ഫില്ല് ചെയ്യണം? ഹൈഡ്രജനെ ഫില്ല് ചെയ്യണം. നമുക്കറിയാം കാർബണിന്റെ വാലൻസ് 4ആണ്. കാർബണിന്റെ ചുറ്റും മൊത്തം 4 ബോണ്ടേ പാടുള്ളൂ. ഓൾറെഡി എത്ര ബോണ്ട് ഉണ്ടെന്ന് നോക്കാം. 4 എത്ര വേണോ അത്രയും ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ കാർബൺ നോക്കിയേ, 2 ബോണ്ട് ഉണ്ട്. ഇനി എത്ര എണ്ണം പറ്റും? 2 എണ്ണം. അവിടെ ആര് വരും? ഹൈഡ്രജൻ. അടുത്ത കാർബൺ നോക്കി, 2 ബോണ്ട് ഉണ്ട്. ഇനി എത്ര എണ്ണം പറ്റും? 2 എണ്ണം. അപ്പൊ അവിടെ ആര് വരും? ഹൈഡ്രജൻ. അടുത്ത കാർബൺ നോക്കി, 2 ബോണ്ട് ഉണ്ട്. ഇനി എത്ര എണ്ണം പറ്റും? 2 എണ്ണം. അപ്പൊ അവിടെ ആര് വരും? ഹൈഡ്രജൻ. അടുത്ത കാർബൺ നോക്കി, 2 എണ്ണം ഉണ്ട്. ഇനി എത്ര എണ്ണം പറ്റും? 2 എണ്ണം. അവിടെ ആര് വരും? ഹൈഡ്രജൻ. 4 വശമുള്ള alicyclic compound. സോറി, 4 കാർബൺ ഉള്ള alicyclic compound. അതായത് മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എടുക്കുക. C4, 4 കാർബൺ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 4 6 8. 8 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ C4H8 എന്നാണ് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല. Write the structure of an alkene with the same molecular formula. ഇതേ മോളിക്കുലാർ ഫോർമുല ഉള്ള ആൽക്കീന്റെ സ്ട്രക്ചർ വരയ്ക്കുക. എളുപ്പമാണ്. ആൽക്കീന്റെ സ്ട്രക്ചർ വരയ്ക്കാം. എന്ത് ചെയ്യണം? ആദ്യം 4 കാർബൺ വരയ്ക്കണം. ഇനി C4H8 ആൽക്കീൻ ആണ് അല്ലെ. അപ്പൊ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഡബിൾ ബോണ്ട് വരയ്ക്കാം. ബാക്കിയുള്ളിടത്തൊക്കെ സിംഗിൾ ബോണ്ട് ആയിരിക്കാം. ഇനി വാലൻസ് അനുസരിച്ച് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നോക്കി, ഒരു ബോണ്ട് ഉള്ളൂ. അപ്പൊ ഇനി 3 ബോണ്ട്. അവിടെ ആര് വരും? ഹൈഡ്രജൻ. ഈ കാർബൺ നോക്കി, 2 ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി 2 എണ്ണം പറ്റും. അവിടെ ആര് വരും? ഹൈഡ്രജൻ. ഈ കാർബൺ നോക്കാം, 1 2 3 3 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരെണ്ണേ പറ്റുള്ളൂ. അവിടെ ആര് വരും? ഹൈഡ്രജൻ. ഈ കാർബൺ നോക്ക്, 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എത്ര എണ്ണം പറ്റും? 2 എണ്ണം. അവിടെ ആര് വരും? സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ആൽക്കീൻ അമംഗ് ദ ഗിവൺ ഹൈഡ്രോകാർബൺ. നമുക്കറിയാം ആൽക്കീൻ ആണെങ്കിൽ കാർബണിന്റെ ഇരട്ടി ഹൈഡ്രജൻ ആണ് ഉണ്ടാവുക. ഇവിടെ നോക്കിയേ, C2H6 ഇരട്ടിയാണോ? അല്ല. C2H4 അത് ശരിയാണല്ലേ. 2 കാർബൺ 4 ഹൈഡ്രജൻ. കാർബണിന്റെ ഇരട്ടി ഹൈഡ്രജൻ, സോ ഇതൊരു ആൽക്കീൻ ആണ്. C2H2 അല്ല. CH4 അല്ല. ഓക്കെ, അപ്പൊ ആൽക്കീൻ ആണെങ്കിൽ കാർബണിന്റെ ഇരട്ടി ഹൈഡ്രജൻ ആണ് ഉണ്ടാവുക. അത് ഓർത്ത് വെച്ചോളണം. ഇനി
സ്ട്രക്ചർ ഓഫ് an alkane is given. ഒരു ആൽക്കെയിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് മോളിക്കുലർ ഫോർമുല? മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞാല് എണ്ണ 1 2 3 4 4 കാർബൺ ഉണ്ട് അല്ലെ. അപ്പൊ C4. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 2 3 4 5 6. 1 1 2 3 4 5 6 C4 H6. അടുത്തത് റൈറ്റ് ദ IUPAC നെയിം. IUPAC നെയിം എഴുതാം. ഞാൻ പറഞ്ഞു IUPAC നെയിം എഴുതുന്നതിനേക്കാൾ മുമ്പ് ഏത് ടൈപ്പ് ഹൈഡ്രോ കാർബൺ ആണെന്ന് തിരിച്ചറിയണം. ഒരു ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോ കാർബൺ ആണ്. അവർ IUPAC നെയിം എഴുതാൻ ഒരു ഓർഡർ ഉണ്ട്. ആദ്യം നമ്മൾ വേർഡ് റൂട്ട് എഴുതും. എത്ര കാർബൺ ഉണ്ട്? വേർഡ് റൂട്ട് എഴുതുന്നത് നമ്മൾ കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കിയിട്ടാണ്. 4 കാർബൺ ആറ്റം ആണ് ഇവിടെ ഉള്ളത്. സോ വേർഡ് റൂട്ട് എന്താ വരാ? വേർഡ് റൂട്ട് എന്താ വരാ? ബ്യൂട്ട്. മോളിക്കുലർ ഫോർമുലനെ മലയാളത്തിൽ തന്മാത്ര സൂത്രം എന്നാണ് പറയാം. ഇനി ഹൈഫൺ ഇടണം. അടുത്തത് പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിന്റെയോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിന്റെയോ പൊസിഷൻ. അത് എത്രാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരുന്നത്, അല്ലെങ്കിൽ എത്രാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്, അതാണ് അതിന്റെ പൊസിഷൻ. ഇങ്ങനെ വരുമ്പോ 1ാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അടിയിൽ നിന്നുമ്പോഴോ അടിന്ന് വരുമ്പോ 3ാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഏതാ എഴുതാ? 1 ആണ് കേട്ടോ. ബ്യൂട്ട് 1 ഹൈഫൺ സഫിക്സ്. ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ സഫിക്സ് YN ആണ് വരുന്നത്. ബ്യൂട്ട് 1 I ആണ് ഇതിന്റെ IUPAC നെയിം. ഓക്കെ, സ്ട്രക്ചറിന്റെ IUPAC നാമം എഴുതാൻ പറഞ്ഞിട്ടായിരിക്കും മലയാളത്തിൽ ചോദ്യം വരാം. IUPAC നാമം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ നെയിം എഴുതാം, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, കുറച്ച് CH4, C2H6, C3H8 and C4H10 are the members of a homologous series. ഇവര് ഓരോ ഹോമോലോഗസ് സീരീസിലെ അംഗങ്ങള് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ 6th മെമ്പർ? 4 പേർ തന്നിട്ടുണ്ട്. അടുത്ത ആളെ എങ്ങനെയാ കണ്ടുപിടിക്കുക? കാർബൺ ഒരെണ്ണം കൂട്ടാ, ഹൈഡ്രജൻ 2 കൂട്ടാ. അപ്പൊ അടുത്ത എന്താ വരാ? C5H12. 6ാമത്തെ ആളെന്ന് പറയുമ്പോൾ ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ എന്താ വരാ? കാർബൺ ഒരെണ്ണം കൂടി, ഹൈഡ്രജൻ 2 കൂടി. അപ്പൊ അതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് എന്താ വരാ? C6H14. ഇനി ജനറൽ ഫോർമുല ഓഫ് ദിസ് ഹോമോലോഗസ് സീരീസ്. ഈ ഹോമോലോഗസ് സീരീസിനെ സൂചിപ്പിക്കുന്ന പൊതുസമവാക്യം എഴുതുക. അപ്പൊ ആദ്യം ഇത് ആൽക്കെയിൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കെയിൻ ആണോ എന്ന് കണ്ടുപിടിക്കണം. കെയിൻ ആണോ കീൻ ആണോ കൈൻ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, അതിന് കാർബണിനെ ഹൈഡ്രജന്റെ എണ്ണം നോക്കിയാൽ മതി. എത്ര കാർബൺ ഉണ്ട്? കാർബണ് 6 എണ്ണം, അല്ല ഒരെണ്ണം. അപ്പൊ എത്ര ഹൈഡ്രജൻ ഉണ്ടായി? 4 എണ്ണം. അതായത് ഇവിടെ ഹൈഡ്രജന്റെ എണ്ണം കാർബണിന്റെ ഇരട്ടിനേക്കാളും 2 എണ്ണം കൂടുതലാണ്. സോ ഇതൊരു ആൽക്കെയിൻ ആണ് അല്ലെ. അടുത്ത് നോക്കിയ C2H6, C2 2 കാർബൺ. ഇരട്ടി എന്ന് പറയുമ്പോൾ CH4 ആണ് വരെ. ഇരട്ടിനേക്കാളും 2 ഹൈഡ്രജൻ കൂടുതലാണ്. സോ ഇതൊരു ആൽക്കെയിൻ ആണ്. ആൽക്കെയിന്റെ ജനറൽ ഫോർമുലയാണ് ഇത് CnH2n+2. വേറെ N എന്ന് പറയുന്നത് കാർബൺ ആറ്റത്തിന്റെ എണ്ണാണ്. അപ്പോ 6ാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.